എല്ലാ ഷൂട്ടുകളും ഇരുന്നിരുന്നിട്ടുള്ള പരിപാടി ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് ക്യാഷിലായി റാക്ക് കാണാൻ വേണ്ടി പോവാ. നമുക്ക് അവിടെ ഡെവലപ്മെന്റ് ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഓപ്പറേഷൻസ് ഓൾറെഡി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സൈറ്റൊക്കെ ഒന്നും പോയി കാണാം, നമ്മൾ കണ്ടിട്ടില്ലല്ലോ. യെസ് ഷുവർ ബാ. ഇവിടെ ഇപ്പൊ നമുക്ക് മെയിൻലി നമ്മളൊരു ഫ്രണ്ട് ഓഫീസ് എന്നുള്ള രീതിയിലാണ്. ഇവിടെ അറ്റ് പ്രസന്റ് ടീമൊക്കെ ട്രെയിനിങ്ങിലാണ്, അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഇല്ല. മെയിൻലി നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് പാർട്ണർഷിപ്പ് അഡ്വൈസേഴ്സ് IPSന്റെ ഒരു ഏരിയ ആണിത്. ഇവിടെ നമ്മളെ ടീം എല്ലാവരും ക്ലയൻസ് വരലും ക്ലയൻസിന്റെ റിക്വയർമെന്റ്സും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളെ മീറ്റിംഗ്സ്, മെയിൻലി എൻ്റെ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നടക്കാറുള്ള ഇവിടെയാണ്. നമ്മളെ ബാക്ക് ഓഫീസ് അവിടെ ഫേസ് 1 ബിസിനസ് പാർക്ക് ഫേസ് 1 അവിടെയും ടീമുണ്ട്. അവിടെയാണ് നമ്മളെ ബാക്ക് എൻഡ് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും നമുക്ക് എന്തായാലും നമ്മളെ ടവറിന്റെ കാര്യങ്ങൾ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അവിടുത്തെ കാര്യങ്ങൾ നിങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ. ശേഷം ഉണ്ടായിരുന്നോ നമുക്ക് ഇവർക്ക് കൊടുക്കാൻ തൊപ്പിണ്ടോ അവിടെ? അവിടെ ഉണ്ടല്ലേ, അടുത്തുള്ള എടുത്തോളൂ, ഞാൻ കൊടുത്തോളാം. ബാ. സോ നമുക്കിവിടെ ഈ ഒരു സ്പേസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മെയിൻ എൻട്രൻസ് ഏരിയ ആണ്. ഇവിടെ നമ്മൾ റിസപ്ഷനും കാര്യങ്ങളും വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലാർജർ റിസപ്ഷൻ കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ കുറേ ഇവന്റ്സും കുറേ പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ കുറേ ആൾക്കാർ നമുക്ക് ഇവിടെ വരുന്നതായതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു ഫുഡ് ഫോൾ നമുക്ക് ഇവിടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു ഷോർട്ട് ലോഞ്ച് വരും. ഈ ഒരു കോർണർ ഏരിയ നമുക്കൊരു ലോഞ്ച് ആയിട്ടാണ് വരിക. നമ്മളെ ഒരു ലോഞ്ച് സ്പേസ് എന്നുള്ള രീതിയിലേക്ക് ഇവിടെ നമുക്ക് സിറ്റിങ്ങും വെയിറ്റിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ വരും. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ കഫേ സ്പേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ കഫേ സ്പേസിന്റെ ഈ ഒരു ഏരിയ കുറച്ചും കൂടി നമ്മളൊരു ക്വാളിറ്റി പ്രീമിയം ലെവലിലാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ചും കൂടി ഒരു പ്രീമിയം എസ്തറ്റിക്സിലൊക്കെ ഉള്ള ഇന്റീരിയേഴ്സും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നമുക്ക് കഫേ തുടങ്ങും. ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ കഫേൻ്റെ കിച്ചൺ ഏരിയ വരിക. ഇവിടെ ആക്ച്വലി നമ്മൾ ഒരു കോൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാനുവൽ ബ്രൂയിങ് ആർട്ട് പരിപാടി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ ഈ കഫേയിൽ എന്തൊക്കെ ഫുഡ് ഉണ്ടാവും എന്ന് വെച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നമുക്ക് കൂടെ കൊണ്ടുവരാന്നുള്ളൊരു സെറ്റപ്പിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ആക്ച്വലി നമ്മളെ ആൾക്കാർക്ക് ആവശ്യം എന്താണോ അത് മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ. ഇവിടെ എപ്പോഴും ഞാൻ കഫേയുടെ കോൺസെപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞ സാധനമാണ്, ഇവിടുത്തെ ബർഗർ നല്ലതാണ്, സാൻഡ്വിച്ച് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു ആൾക്കാർ എന്ത് ചെയ്യണ്ട, വരണ്ട. ഇവിടെ വരുന്ന ആൾക്കാർക്ക് പ്യൂർലി ആ കൾച്ചർ ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം. ഇവിടെ നമുക്ക് കുറേ ഫാമിലി അങ്ങനത്തെ ഓഡിയൻസ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ആവും. ആ കംപ്ലീറ്റ്ലി ആ പർപ്പസ്ഫുള്ളി വരുന്ന ആൾക്കാർ, ആ പർപ്പസിന് വേണ്ടി വരുന്ന ആൾക്കാർക്ക് ഗ്യാദർ ചെയ്യാനുള്ള സ്പേസ്, അങ്ങനത്തെ ഒരു മോഡ്, ലൈക്ക് ഒരു ടേക്ക് അവേ സെറ്റപ്പ് ഒക്കെ പോലത്തെ സംഭവങ്ങളുണ്ടല്ലോ, 24/7 വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ഒരു മോഡലാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. സോ അതിന് ഈ ഒരു കിച്ചൺ ഏരിയ അങ്ങനെ വരും. പിന്നെ ഈ ഒരു ഏരിയയും കൂടി നമുക്ക് കഫേയുടെ ഏരിയ ആണ് വരുന്നത്. ഇത് കുറച്ചും കൂടി നമുക്ക് ഇപ്പോൾ ലോങ് ഹവേഴ്സ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സ്പേസ് ആണ് കുറച്ചും കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അവർക്ക് നെറ്റ്വർക്കും അതുപോലെ തന്നെ നമ്മുടെ പവർ കേബിൾസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി മീറ്റിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ലോങ് ഹവേഴ്സ് ഇപ്പോൾ വർക്ക് ചെയ്യണം, ഒരാൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ ആൾക്കൊരു കോഫി കുടിച്ച് ഇവിടെ വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യാം. ആ ഒരു മോഡിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നുണ്ടാവുക. സോ അവിടെ കുറച്ചും കൂടി മീറ്റിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ആംബിയൻസ് വരിക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് തന്നെ ആ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് മീൻസ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് എത്രയേ ഉള്ളൂ. നമുക്ക് മെയിൻലി നമ്മളുടെ ഒരു പബ്ലിക് എൻട്രൻസ് ഉള്ള ഏരിയ ആണ്. അപ്പോൾ നമുക്ക് റൂഫ് ടോപ്പ് ലിഫ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. മറ്റേ 7ാമത്തെ ഫ്ലോറിൽ ഇറങ്ങിയിട്ട് ഇവർ കയറി ചെല്ലേണ്ടി വരും. അപ്പോൾ നമുക്ക് അവിടെ 7ാമത്തെ ഫ്ലോറിലുള്ള ഓപ്പറേഷൻസിന് ചിലപ്പോൾ എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. പിന്നെ ഇവിടെ നമുക്ക് ശരിക്കും ഈ ഫസ്റ്റ് ഫ്ലോർ നമ്മളിവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ഡബിൾ ഹൈറ്റിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ഡബിൾ ഹൈറ്റിൽ ചെയ്യാൻ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു ലുക്ക് വൈസ് നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടും, ഈ ഒരു ആംബിയൻസും കാര്യങ്ങളും. ഇപ്പോൾ ഇവൻ നമുക്ക് ഇവിടെ കുറച്ച് സീറ്റിങ്സ് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നെങ്കിലും അത് നമ്മൾ പിന്നിക്ക് അവിടെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. കുറച്ച് ഏരിയ നമ്മൾ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളുടെ വർക്കിംഗ് ഏരിയാസ് സ്റ്റാർട്ട് ചെയ്യും. ഒരു കോമൺ വർക്കിംഗ് ഏരിയ എന്നുള്ളതിൽ നിന്ന് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗ്രോത്ത് മാനേജേഴ്സും കാര്യങ്ങളും ഇവർക്ക് വേണ്ടിയിട്ടുള്ള HR ഫെസിലിറ്റീസും കാര്യങ്ങളും അവിടെ ഉണ്ടാവും. മീൻസ് ഓരോ ഫ്ലോർ ബൈ ഫ്ലോർ ആയിട്ട് ഇവിടെ ആരൊക്കെ ആണോ നമുക്ക് ഇവിടെ ഏതൊക്കെ സ്റ്റാർട്ടപ്പുകളാണോ ഈ ഫ്ലോറിൽ ഇതുള്ളത്, ഈ ഫ്ലോറിലുള്ള സ്റ്റാർട്ടപ്സിന് വേണ്ട ഗ്രോത്ത് മാനേജേഴ്സും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഈ ഫ്ലോറിൽ തന്നെ ഉണ്ടാവും.
സോ ആ ഒരു ഫ്ലോറിൽ എല്ലാവരും ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ ഇവിടെ ഒരു 120 സീറ്റേഴ്സ് നമുക്ക് ഓവറോൾ വരും. ഈ 100 സീറ്റേഴ്സിൽ അറൗണ്ട് നമുക്ക് ഒരു 30-40 ഫൗണ്ടേഴ്സ് മേ ബി ഉണ്ടാവും. അപ്പോൾ ആ ഒരു പിയർ ടു പിയർ കണക്ഷൻ ഇവിടെ ഒരുമിച്ച് ബിൽഡ് ചെയ്യുന്ന ആ ഒരു ബിൽഡർ എക്സ്പീരിയൻസ് അവർക്ക് ഇവിടെ എന്ത് ചെയ്യും കിട്ടും. അവർ നമ്മുടെ സൈഡിൽ നിന്ന് റാക്കിന്റെ സൈഡിൽ നിന്ന് നമ്മൾ ആഡ് ഓൺ ആയിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ ആക്ച്വലി ഇവിടെ സ്റ്റാർട്ടപ്സിന് നമ്മൾ കോവർക്കിംഗ് റെന്റ് ഔട്ട് ചെയ്യല്ലോ ചെയ്യുന്നത്, നമ്മൾ കോ ബിൽഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്റ്റാർട്ടപ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫ്രീക്വന്റ് ആയിട്ട് പല ഏരിയാസിലും സപ്പോർട്ടുകൾ വേണ്ടി വരും. പേഴ്സണലിയും പ്രൊഫഷണലിയും ഒക്കെ സപ്പോർട്ടുകൾ റിക്വയർമെന്റ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് റാക്കുമായിട്ടുള്ള ഒരു POC എന്ന രീതിയിൽ ഗ്രോത്ത് മാനേജേഴ്സ് എപ്പോഴും അസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു യൂഷ്വൽ ഫൗണ്ടർ ചെക്ക് ഇൻ സിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. ഇവരായിട്ട് ഒരു ചെക്ക് ഇൻ എപ്പോഴും ഒരു വീക്ക്ലി വൺസ് അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അവർക്ക് ആ ഫ്രീക്വന്റ് സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഫൗണ്ടറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇഷ്യൂ ഉണ്ട് എന്നുള്ളൊരു അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താണോ സൊല്യൂഷൻ അത് എവിടെ നിന്നാണോ കിട്ടുക അത് നമുക്ക് റാക്ക് ത്രൂ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഏർലി സ്റ്റേജ് ഫൗണ്ടറൊക്കെ സംബന്ധിച്ചിടത്തോളം നെറ്റ്വർക്ക് ആയിക്കോട്ടെ റിസോഴ്സ് ആയിക്കോട്ടെ എല്ലാം ആക്സസിബിൾ ആയിക്കോളുന്നില്ല. റാക്കിനെ സംബന്ധിച്ചിടത്തോളം അത് ആക്സസിബിൾ ആയിരിക്കും, അല്ലെങ്കിൽ റാക്കിനെ അത് ആക്സസിബിൾ ആക്കാൻ പറ്റുന്ന ആക്സസിബിൾ നെറ്റ്വർക്ക്സ് ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ അവിടെ ചാനൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിനൊക്കെ ഇവർക്ക് സംസാരിക്കണമെങ്കിൽ അവിടെ ഒരു ഇൻട്രാക്ഷൻ വേണം. ഇവൻ നമ്മളെ കംപ്ലീറ്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ടെക് എനാബിൾ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ സ്റ്റിൽ അവിടെ ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവർക്ക് സപ്പോർട്ട് കൊടുക്കാനും അവരുടെ കാര്യങ്ങൾ ഓക്കെ അല്ലേ എന്നുള്ള മോണിറ്റർ ചെയ്യാനും നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അവരിവിടെ ഫ്രീക്വന്റ് സപ്പോർട്ടിന് ഉണ്ടാവും. സോ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഈ മീറ്റിംഗ് റൂംസും കോൺഫറൻസ് റൂംസും വരുന്നുണ്ട്. പിന്നെ നമ്മളെ വാഷ്റൂംസും കാര്യങ്ങളൊക്കെ എല്ലാ ഫ്ലോറിലും മെയിൽ ആൻഡ് ഫീമെയിൽ വാഷ്റൂംസ് കാര്യങ്ങളൊക്കെ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും അവർക്ക് അവരുടെ ഫ്ലോറിൽ നിന്ന് അവരുടെ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുക. ബാക്കി ആവശ്യമുള്ള അമ്യൂണിറ്റീസിന് ആവശ്യമുള്ള ഫ്ലോറുകളിലോട്ട് പോകുക എന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി ഫ്ലോറിലോട്ട് പോകുമ്പോൾ ബാക്കി ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ ടു സെക്കൻഡ് ഫ്ലോർ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്പേസ് അഡീഷണൽ വന്നു. അവിടെ നമ്മൾ കട്ട് ചെയ്ത സ്പേസും കൂടി അത്രയും കൂടി സീറ്റ്സ് നമുക്ക് എക്സ്ട്രാ അഡീഷണൽ വന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു ലോഞ്ചും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ലോഞ്ചസ് ലൈക്ക് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒന്നിങ്ങോട്ട് മാറിയിരിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് വന്നിരുന്ന് ബീൻ ബാഗ്സും കാര്യങ്ങളും ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം. ലൈക്ക് ഈ വ്യൂ സംഭവങ്ങൾ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലെവലിൽ ഇതടിക്കും, ഹൈ ചെയേഴ്സ് കൊടുക്കും. അപ്പോൾ അതിലിരുന്നിട്ടും വർക്ക് ചെയ്യാം. അതിന് ഇവിടെ ഇരുന്നിട്ട് ബീൻ ബാഗ്സിലും വർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെയുള്ള സീറ്റിംഗ് ഒന്ന് മാറി ഇരുന്ന് ഇടക്കൊന്ന് ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ബാക്കി ഫസ്റ്റ് ഫ്ലോർ പോലെ തന്നെ മീറ്റിംഗ് റൂംസും കോൺഫറൻസ് റൂംസും കാര്യങ്ങളും അമ്യൂണിറ്റീസും ഗ്രോത്ത് മാനേജേഴ്സിന്റെ ക്യാബിനും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ സെയിം ആണ് വരുന്നത്. പിന്നെ തേർഡ് ഫ്ലോർക്ക് വരുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ചേഞ്ചസ് അതിലുള്ളത്. അപ്പോൾ തേർഡ്ക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മളെ ഔട്ടർ കൊടുക്കുന്ന സ്പേസിനെക്കാട്ടിലും നമ്മളെ ഇൻഹൗസ് ടീമിന്റെ സ്പേസിലാണ് ഇവിടെ കൂടുതൽ വരുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മളുടെ അക്കൗണ്ടിങ് സപ്പോർട്ട് ടീം ഉണ്ടാവുക, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സപ്പോർട്ട് ടീം ഉണ്ടാവുക, അതുപോലെ തന്നെ നമ്മളെ ലീഗൽ സൈഡിലുള്ള സപ്പോർട്ടിംഗ് ടീം ഉണ്ടാവുക. ഇപ്പോൾ സ്റ്റാർട്ടപ്സിന് ഇനീഷ്യലി മുതൽ വേണ്ട സംഭവങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ അവർക്ക് ഒരു ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻ ഉണ്ടാക്കണമെങ്കിലും ഒരു DPR ഉണ്ടാക്കണമെങ്കിലും അതുപോലെ തന്നെ പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കണമെങ്കിലും ആൻഡ് ഇനീഷ്യലി വരുമ്പോൾ അവരുടെ അക്കൗണ്ട്സ് കാര്യങ്ങൾ അവരെ അലോക്കേഷൻസ് അപ്പോൾ അതിന് നമ്മൾ സോഫ്റ്റ്വെയർസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനീഷ്യൽ കൊടുക്കാനും ഇവരെ കമ്പനി രജിസ്ട്രേഷൻ ഇവരെ ISO ട്രേഡ് മാർക്ക് IP ഇത്തരം കാര്യങ്ങൾ ടേക്കപ്പ് ചെയ്യാനൊക്കെ നമുക്ക് അതിനുള്ള ടീം നമ്മളിവിടെ ഈ തേർഡ് ഫ്ലോറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ ഓപ്പറേഷൻസ് HR ആൻഡ് സെയിൽസ് ഈ 3 ഡിപ്പാർട്ട്മെന്റും കൂടി ഇവിടെ ഉണ്ടാവും. ഇപ്പോൾ ഇവർക്ക് ഈ ഡോക്യുമെന്റേഷൻ പ്രോസസ്സുകൾ ലൈക്ക് ഇവർക്ക് ഓരോ സാധനങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഡോക്യുമെന്റേഷൻ ബണ്ടിൽസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഇവരുടെ HR പോളിസീസ് അതുപോലെ തന്നെ ഇവരുടെ SOPs KPs KRS ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. ഒരു ഡിഫോൾട്ട് സിസ്റ്റം നമ്മുടെ കയ്യിലുള്ളതും അതിന് കൂടെ നമ്മൾ എന്ത് ചെയ്യും ഇത് ഡെവലപ്പ് ചെയ്തിട്ടും കൊടുക്കുന്ന രീതിയിലാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫ്ലോറിൽ അതിനുള്ള ഫെസിലിറ്റി അവിടെ അവർക്ക് ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റും സെക്കൻഡിലും ഫ്ലോറിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്സുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലീഗൽ അക്കൗണ്ട്സ് HR ഓപ്പറേഷൻസ് സെയിൽസ് ഈ 5 ഡിപ്പാർട്ട്മെന്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കൊടുക്കാൻ പറ്റും. പ്ലസ് നമ്മളെ സൈഡിൽ നിന്നുള്ള ഫണ്ട് റൈസിംഗ് ടീമും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഫണ്ടിങ്ങിനും ഫെസിലിറ്റേഷൻസിനും ഗ്രാൻഡുകൾക്കും അതിനൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ടീം ഇവിടെ ഉണ്ടാവും. സോ ഇത് അവർക്ക് ഒരു സപ്പോർട്ട് ഫ്ലോറാണ്. ഇതാണ് നമ്മളെ 4th ഫ്ലോർ വരുന്നത്. 4th ഫ്ലോറിൽ ഈ ഒരു സ്പേസ് ഇവിടെ നമുക്കൊരു നെറ്റ്വർക്കിംഗ് ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് റൗണ്ട് ടേബിൾസ് വരും. റൗണ്ട് ടേബിൾസിൽ നമുക്ക് വരുന്ന വെച്ചാൽ ഒരു ഏകദേശം ഒരു 40-45 പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ റൗണ്ട് ടേബിൾസും അതിന് ചുറ്റും സീറ്റ്സും ആയിട്ടുള്ളൊരു നെറ്റ്വർക്കിംഗ് ഹാൾ. ഇവിടെ ചെറിയ രീതിയിലുള്ള കോഫി സ്നാക്സ് ഒക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന കൊണ്ടുവന്ന് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റം ഉണ്ടാവും. അത് ആക്ച്വലി നമ്മുടെ കൺവെൻഷൻ ഹാൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന ഇവന്റ്സുകൾക്ക് ചെറിയ രീതിയിലുള്ള ടീ സ്നാക്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഒരു നെറ്റ്വർക്കിംഗ് ടൈം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഗാദറിംഗ് ഏരിയ ആണ്. ചില സമയത്ത് നമുക്ക് ചെറിയ ഷോർട്ട് ഇവന്റ്സുകളാണെങ്കിൽ അതും സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കിപ്പോൾ സ്റ്റാർട്ടപ്പ് സാറ്റർഡേ ഒക്കെ പോലത്തെ നമ്മളുടെ തന്നെ ഇവന്റ്സുകൾ പിന്നെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് കോഹോട്ട് ട്രെയിനിങ് ഫൗണ്ടേഴ്സ് ഫോറം അങ്ങനത്തെ ഒക്കെ പ്രോഗ്രാംസുകൾ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഫ്രീക്വൻ്റ്ലി നമുക്കിവിടെ നടത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ലൈക്ക് നിങ്ങളെ ലേണത്തോൺ അതുപോലെ തന്നെ പ്രോഗ്രാമുകൾ നമ്മൾ ഈ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസിന് നമ്മൾ ഫ്രീ ആയിട്ടും
അല്ലാതെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വെന്യൂ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ ലാണത്തോണ്ട് പെയ്ഡ് ഇവന്റ് നടത്തണം. അപ്പോൾ അങ്ങനെ ഒരു പെയ്ഡ് ഇവന്റ് ഒരാൾക്ക് നടത്തണം. അവർക്ക് വെന്യൂ ഇനിയിപ്പോൾ ആളായില്ലെങ്കിലോ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട്, അഡ്വാൻസ് കൊടുക്കണം കാര്യങ്ങളുണ്ട്. നമ്മൾ വെന്യൂ ഓഫർ ചെയ്യും. പരിപാടി നടത്തിയിട്ട് ഒരു പേയ്മെന്റ് ചെയ്താൽ കുഴപ്പമില്ല. അങ്ങനത്തെ പ്രോഗ്രാംസുകൾ നടക്കണം എന്നുള്ളതുകൊണ്ടാണ് അത് നടത്തൽ നമ്മളും കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കണം. അപ്പോൾ വേറെയുള്ള മറ്റു പ്രോഗ്രാമുകൾക്ക് കൊടുക്കില്ല. നമ്മൾ ബിസിനസ്, സ്റ്റാർട്ടപ്പ്, ഓണ്ടർപ്രണർഷിപ്പ് അതുമായി റിലേറ്റ് ചെയ്ത പ്രോഗ്രാമുകൾക്ക് മാത്രമായിരിക്കും ഓഫർ ചെയ്യുന്നത്. ഇതൊരു നെറ്റ്വർക്കിംഗ് ഹാൾ എന്നുള്ള രീതിയിൽ വരും, ചെറിയ ഷോർട്ട് ഇവന്റ്സ് നടത്താൻ. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ലോഞ്ചും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ഹോൾ സ്പേസ് ആണ്. ഇത് നമ്മൾ സൗണ്ട് പ്രൂഫ് ചെയ്തിട്ട് ഹോൾ സ്പേസ് ആണ് വരുന്നത്. ഇത് നമുക്കൊരു കൺവെൻഷൻ സ്പേസ് വരാം. അവിടെ നമുക്ക് പോഡിയംസും ഫുൾ LED സ്ക്രീൻസും കാര്യങ്ങളൊക്കെ വരും. അത് നമ്മൾ ഒരു 100 സീറ്ററാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 100 സീറ്റ്സ് ഇതിലുണ്ടാവും, നമ്മളെ തിയേറ്റർ സീറ്റിംഗ് സിസ്റ്റം. അപ്പോൾ അതിലൂടെ നമുക്ക് ചെറിയൊരു പോഡിയം, ഒരു 5 സീറ്റർ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു പാനൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റം, കംപ്ലീറ്റ്ലി LED ബോളും കാര്യങ്ങളാണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്രോപ്പർ ട്രെയിനിങ് പ്രോഗ്രാംസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീക്വൻ്റ്ലി നടത്താൻ വേണ്ടി പറ്റും. ലീസ്റ്റ് ഒരു വീക്ക്ലി വൺസ് എങ്കിലും അല്ലെങ്കിൽ ട്വൈസ് എങ്കിലും ഇവിടെ ഒരുപാട് പ്രോഗ്രാംസുകൾ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, ആർക്കും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ സോഷ്യൽ ഇനീഷ്യേറ്റീവ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഇവിടെ റൺ ചെയ്യാനും അങ്ങനത്തെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി പറ്റും, കമ്മ്യൂണിറ്റീസിനെയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഒരുപാട് നമ്മളിവിടെയുള്ള സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് അതിന് എപ്പോഴും എൻട്രി കിട്ടുകയും ചെയ്യും. എപ്പോഴും ലേണിങ്ങിനുള്ള സ്പേസ് ഇവിടെ ഉണ്ടാവും. പുറത്തുള്ള സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് ഇവിടെ വരാനും, ഇവൻ നമ്മളെ മലബാർ ജീൻ മാത്രമല്ല പുറത്തുള്ള ആൾക്കാർക്കും ഇവിടെ വരാനും ഗ്യാദർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇതിലൂടെ കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ഫ്ലോറിൽ പിന്നെ മെയിനായിട്ട് നമുക്കുള്ളത് ഒരു പ്രയർ ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു 2 സ്ലീപ്പിംഗ് പോഡ്സുകൾ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുനിന്നൊക്കെ നമുക്ക് ട്രെയിനേഴ്സൊക്കെ വരുന്ന സമയത്ത് അവർക്ക് റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ, അപ്പോൾ നമുക്ക് ഹോട്ടലിനുള്ള ടൈമിൽ ഇപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, അവർക്ക് ഫ്രഷപ്പ് ആണെന്നുണ്ടെങ്കിലൊക്കെ 2 സ്ലീപ്പിംഗ് ബോട്ട്സ് അവിടെ വരുന്നുണ്ട്. ആൻഡ് പിന്നെ നമുക്ക് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ VIP ലോഞ്ച് ഉണ്ട്. അപ്പോൾ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അവർക്ക് ഇരിക്കാനും വെയിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ലോഞ്ച് ഫെസിലിറ്റി കാര്യങ്ങൾ ഓഫർ ചെയ്യും. ഇതാണ് 4th ഫ്ലോർ. അപ്പോൾ ഈ 4th ഫ്ലോർ ആക്ച്വലി പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ളൊരു ഫ്ലോറാണ്, ആസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഗ്രൗണ്ടിൽ പറഞ്ഞ പോലെ തന്നെ. ഇതിപ്പോൾ നമ്മൾ 5th ഫ്ലോർ എത്തി. ഇതാണ് നമ്മളെ മാർക്കറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ബ്രാൻഡിങ് എന്നുള്ള രീതിയിൽ വരുന്ന ഫ്ലോർ. ഇവിടെ ഇത് നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നത്, ഇവിടെ 2 സ്റ്റുഡിയോ ഫ്ലോർസ് ആണ് വരിക. ഒന്ന് നമ്മളൊരു പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ സിസ്റ്റം ഉണ്ട്, അത് കുറച്ച് കാഷ്വൽ ആയിട്ടുള്ള ഡിസ്കഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു 4 പേരൊക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സോഫ സെറ്റ്സും ടേബിൾസും വരുന്ന 2 പോഡ്കാസ്റ്റ് സിസ്റ്റംസ്. പിന്നെ ഇന്റർവ്യൂ മോഡൽ ഉണ്ട്, പക്ക 1-on-1 ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്ന കുറച്ചൊരു ക്ലാസ് സെറ്റപ്പിലുള്ള ഒരു ഇന്റർവ്യൂ സ്റ്റുഡിയോ. 2 ക്ലോസ്ഡ്, ഫുള്ള് സൗണ്ട് പ്രൂഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അതിൽ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതും പുറത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഷെഡ്യൂൾ ചെയ്തിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ ഉള്ളവർക്കും അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയ അതുപോലെ തന്നെ ലോഞ്ച് ഏരിയ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ലൈക്ക് ഷൂട്ട്സിനും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ നെക്സ്റ്റ് ഇവിടെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് ആക്ച്വലി നമ്മൾ ഒരു ഫ്ലെക്സിബിൾ സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഓരോ വാൾസും നമുക്ക് സെപ്പറേറ്റ് തീംസാണ് വരാം. അപ്പോൾ ലൈക്ക് ഈ കോണ്ടന്റ് പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ക്വാർട്ടർലി നമ്മൾ മാറ്റുകയും ചെയ്യും. ഈ വാൾസിൽ വരുന്ന പ്രിന്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ക്വാർട്ടർലി മാറ്റും. അപ്പോൾ അവിടെ വൈബ്രൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഫ്രെയിംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷൂട്ട്സിന് ഉപയോഗിക്കാൻ പറ്റും. അവിടെ അപ്പോൾ നിങ്ങൾക്ക് പല രീതിയിലും ഇതിൽ പല ചെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ സാധനം വെച്ചാൽ ഈ സ്പേസ് ഇങ്ങനെ ഒരു 10-20 ചെയേഴ്സ് ഉണ്ടാവും, അവിടെ കുറച്ച് ചെയേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം ഓരോന്നും സെപ്പറേറ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ പെട്ടെന്നൊരു ഇവന്റ് നടത്തണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടി അവിടെ ഇട്ടിട്ട് നമുക്കൊരു ഇവന്റ് നടത്താം. അതെങ്ങനത്തെ ഇവന്റുകളായിരിക്കും എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഈ ക്രിയേറ്റീവ്സ് നൊമാഡ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഇവന്റ് നടത്തണം, ഇവിടെ നടത്താം. അവരൊരു കൾച്ചർ ആയിരിക്കും ഇതിനുള്ളിൽ. ഇത് കംപ്ലീറ്റ് ഈ ഫ്ലോർ ഒരു വൈബ്രന്റ് സിസ്റ്റം ആയിരിക്കും, മൾട്ടിപ്പിൾ കളേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ഔട്ടർ ഏരിയയും വരുന്നുണ്ട്. ഇവിടെ ഒരു റൂഫ് ടോപ്പ് പോലെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്, കാരണം ആ 5 ഫ്ലോർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തതിൻ്റെ റൂഫ് ടോപ്പ് ഇവിടെ വരും. അപ്പോൾ ഇവിടെ ഈ ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചൊന്ന് പുറത്ത് പോയിരുന്ന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കവിടെ ഓപ്പൺ സ്പേസ് നമ്മളവിടെ ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളെ ബ്രാൻഡിങ് ടീം ഉണ്ടാവും, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ്റെ എഡിറ്റിംഗ് പാർട്ട് ചെയ്യുന്ന ക്രൂ ഉണ്ടാവും. അപ്പോൾ അവരും ഇവിടെ ഇന്നൗസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഗോ ടു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മുതൽ ബ്രാൻഡിങ്, ക്രിയേറ്റീവ്സ്, പ്രൊഡക്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ അവിടെ ഒരു ഇന്നൗസ് മാർക്കറ്റിംഗ് ടീമായി നമ്മളിവിടെ വരുന്ന എല്ലാ കമ്പനീസിനും, നമ്മൾ ബിൽഡ് ചെയ്യുന്ന കമ്പനീസിനും ഒരു ഇന്നൗസ് മാർക്കറ്റിംഗ് ടീമാവും. അപ്പോൾ ആ ഒരു ടീമായിരിക്കും അവരെ മാർക്കറ്റിംഗ് സൈഡിൽ ഇവരെ ഗൈഡ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും അവർക്ക് വേണ്ട ഡെലിവറബിൾസ് ഒക്കെ ഓഫർ ചെയ്യുന്നു. സ്റ്റാർട്ടപ്പ് ടവറിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെഞ്ചർ ഡെവലപ്പിംഗ് പ്ലാറ്റ്ഫോം. കുറച്ചും കൂടി സ്കെയിലബിൾ ആയിട്ടുള്ള സസ്റ്റൈനബിൾ സ്റ്റാർട്ടപ്പ് മോഡൽസ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മോഡൽസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇന്റഗ്രേറ്റഡ് സിസ്റ്റം. അപ്പോൾ ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള സിസ്റ്റമാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. മൾട്ടിപ്പിൾ ബിസിനസ്സിന് ഇവിടെ വന്നിട്ട് ബിൽഡ് ചെയ്യാനുള്ള, അപ്പോൾ അതാണ് നമ്മളൊരു പ്രോസസ്സ് പോകുന്നത്. അപ്പോൾ റാക്ക് ഗ്രൂപ്പിന്റെ ഒരു ഫൗണ്ടേഴ്സ് ഓഫീസ് അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഇതിപ്പോൾ നമ്മൾ 6th ഫ്ലോറിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു ഡെവലപ്പേഴ്സ് ഫ്ലോർ ആണ്. ഇവിടെ നമുക്കൊരു ചെറിയ R&D ലാബ് ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്, ലൈക്ക് 3D പ്രിന്റിങ്, മിനിയേച്ചർ ഡെവലപ്മെന്റ്സ്, പിന്നെ അതേ രീതിയിൽ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള IoT ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ചുകളൊക്കെ നടത്താനുള്ള ഒരു ഫെസിലിറ്റി നമ്മളിവിടെ ഓഫർ ചെയ്യുന്നുണ്ട്.
ചെറിയ രീതിയിലുള്ള റോബോട്ടിക്സ് സംഭവങ്ങളും അതിനുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് സോൺ പോലെ നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നത്. അത്തരം പ്രൊഡക്ട്സുകൾ കാര്യങ്ങളൊക്കെ അവർക്ക് ഷോ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ഡെവലപ്പേഴ്സ് ഫ്ലോറാണ് വരിക. ഇവിടെ നമ്മളെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, സോഫ്റ്റ്വെയർ സൈഡും എയും വരും. അപ്പോൾ ഇവിടെ നമുക്ക് വെബ്സൈറ്റ് മുതൽ ആപ്പ്, സോഫ്റ്റ്വെയർ, ഡെവലപ്മെന്റ്സ്, ടൂൾസ്, അതുപോലെ തന്നെ വടവർ ടൂൾസ് യു നീഡ് സംഭവം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഡെവലപ്പേഴ്സ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൽ ഇവരെ ടെക് കോഡ് എന്തായി കയറി. അപ്പോൾ അവിടെ കംപ്ലീറ്റ്ലി പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എയും നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്കൊരു ലാർജർ കോൺഫറൻസ് ഹാളും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് ഈ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടും ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടൊക്കെ ഒരുപാട് ഡിസ്കഷൻസ് വേണ്ടി വരും. അപ്പോൾ ഇത് നമ്മളെ 7th ഫ്ലോർ അല്ലേ, 7th ഫ്ലോറാണ്. 7th ഫ്ലോറിൽ നമുക്ക് ഇതൊരു ചിൽ സോണാണ്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരണം. ഇവിടെ നമ്മൾ ഓണ്ടർപ്രണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് എന്താ പറയുക, എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റീഫ്രഷ് ആവാനും നമുക്കത് ബാലൻസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എസ്പെഷ്യലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് ബോർഡ് ഗെയിംസും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ 8 ബോൾ പൂളും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ചെറിയ മിനി ബോർഡ് ഗെയിംസുകളും ഉണ്ട്. ക്യാരംസ് കാര്യങ്ങൾ, ലുഡോ, യുനോ, അങ്ങനത്തെ കുറച്ച് സെറ്റപ്സുകൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലും ഉണ്ടാവും, ഫിക്സഡും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഏരിയ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഏരിയ പ്ലേ സ്റ്റേഷൻ, എക്സ്ബോക്സ്, VR ഗെയിംസ്, അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ അത് ഹവർലി രീതിയിൽ അവർക്ക് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ. പിന്നെ അവിടെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് സാധനങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയ ചെറിയൊരു ജിം ഫ്ലോർ ആണ്. നമുക്ക് നമ്മൾ ഫ്ലാറ്റിലൊക്കെ ഉണ്ടാവുന്ന ജിം സെറ്റപ്പ് ഉണ്ടല്ലോ, ഒരു കോമൺ ജിം സെറ്റപ്പ് കൊടുക്കുന്നുണ്ട്. ആൻഡ് അതിൽ നമ്മൾ 1-2 മെഷീൻസ് ഒക്കെ പുറത്തുനിന്ന് കൊണ്ടുവരാനുള്ള പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മളിപ്പോൾ ലോഞ്ച് ഫിറ്റിലൊക്കെയുള്ള മോഡൽസ് ഉണ്ടല്ലോ, നമുക്ക് 20 മിനിറ്റ്സിൽ വീക്ക്ലി വൺസ് വർക്കൗട്ട് പരിപാടിയൊക്കെ അത് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൗണ്ടേഴ്സിൻ്റെ പ്രൊഫഷണൽ സൈഡ് മാത്രമല്ല, ഫൗണ്ടേഴ്സിൻ്റെ ഡെവലപ്പ് ചെയ്യുന്ന സൈഡും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് വെൽനെസ്സിൽ അടുത്തൊരു പാർട്ട് വരുന്നത് നമ്മളെ മെന്റൽ ഹെൽത്ത് എന്നുള്ളതാണ്. സോ അവിടെ നമ്മളൊരു ചെറിയ ഏരിയ അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു യോഗ പീസ് റൂം എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ നമുക്ക് ഒരു സൈക്കോളജി റിലേറ്റഡ് സെഷൻസും മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് സെഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ട്, കുറേ ലൈക്ക് പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ ഈ വെന്യൂ യൂസ് ചെയ്യാം. അവർക്ക് എന്തെങ്കിലുമൊക്കെ സെഷൻസ് ഒക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ നമ്മളെ വെന്യൂ യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മളെ ടീമിന്, നമ്മളെ പിള്ളേർക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, ആ വെന്യൂ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ വേറൊരു സംഗതി എന്ന് വെച്ചാൽ നമ്മളിവിടെ 2 സ്ക്രീൻ പോർട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ 2 സ്ക്രീൻ പോർട്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ജിമ്മുള്ളതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് വാഷ്റൂം കാര്യങ്ങൾ, ഫെസിലിറ്റീസ്, ഷവറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ആൻഡ് സ്ക്രീൻ ബോർഡ് ആക്ച്വലി കുറച്ച് ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ആണ്. സ്ക്രീൻ ബോർഡ് കിട്ടിയിട്ടുണ്ടാവും, ലൈക്ക് പുറത്തൊക്കെ ഉള്ള സാധനമാണ്. ഇപ്പം നമ്മൾ ഈ കോളിംഗ് ബൂത്ത് ഇല്ലേ, കോളിംഗ് ബൂത്ത് പോലെ ഒരു സാധനമാണ്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കോളിംഗ് എന്നുള്ള പർപ്പസിന് ഉപയോഗിക്കാം. പ്ലസ് കരയണമെങ്കിൽ കരയാം, ചിരിക്കണമെങ്കിൽ ചിരിക്കാം, ലൈക്ക് എമോഷൻസ് എക്സ്പ്രസ് ചെയ്യാം. ഇവിടെ സൈക്കോളജി സെഷൻ ഒക്കെ നടക്കണമല്ല, അപ്പോൾ ആർക്കെങ്കിലൊക്കെ പോയി എമോഷൻസ് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അത് 2 സ്ക്രീൻ പോർട്സ് നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് 8th ഫ്ലോർ. ഇത് ശരിക്കും നമ്മൾ കോർപ്പറേറ്റ് ഫ്ലോർ ആണ്. ഇവിടെ നമ്മളെ പേഴ്സണലി എൻ്റെ ക്യാബിൻ വരുന്നത് ഇവിടെയാണ്. പിന്നെ നമ്മൾ 8 ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിനും നമുക്ക് ഓരോ HODs ഉണ്ടാവും, ലൈക്ക് കോളേജിലൊക്കെ ഉള്ള പോലെ. അപ്പോൾ ഇവർക്ക് ഇവിടുത്തെ സബ്സിഡറി വെഞ്ചേഴ്സിന് ഇൻഹൗസ് കൺസൾട്ടിങ് പ്രൊവൈഡ് ചെയ്യാനുള്ള ആൾക്കാരാണ് അവിടെ ഉണ്ടാവുക. അവരുടെ അണ്ടറിലുള്ള ടീമും ഇവിടെയാണ് ഓഫീസസ് ഉണ്ടാവും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ആ ഒരു കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് പറ്റും. ഇവിടെ നമ്മളൊരു ഡയറക്ടർ ബോർഡിൻ്റെ കോൺഫറൻസ് ഹാളും ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫ്ലോറിൽ വരുന്നത്. ഇനി നമുക്ക് നേരെ റൂഫ് ടോപ്പാണ്. റൂഫ് ടോപ്പിൽ ആക്ച്വലി ഇപ്പോൾ നമുക്ക് ആക്റ്റീവ്ലി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശരിക്കും നമുക്ക് നമ്മളെ ഫുഡ് കോർട്ട് ഇവിടെ വരുന്നുണ്ട്. ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും ഫുഡ് ഫോൾ വരുന്നതാണ്. നമുക്കിപ്പോൾ ഏകദേശം ഒരു കൺസെപ്റ്റ്, അതായത് ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 500 ആളൊക്കെ അറ്റ് ടൈം വരുന്നെങ്കിൽ ദിവസങ്ങൾ ഇവിടെ വരാം, മീൻസ് ടോട്ടൽ ബിൽഡിങ്ങിൽ. അപ്പോൾ അതിൽ കുറച്ച് പേരെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ വേണം. അവിടെ നമ്മൾ കിച്ചൺ ഏരിയ വരും. പിന്നെ കിച്ചണിൽ നമ്മളൊരു ചെറിയ F&B ഏരിയയും കൂടി കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ F&B R&D ഏരിയ, അല്ലെങ്കിൽ F&B സ്റ്റാർട്ടപ്സുകൾ കുറേ ഉണ്ടാവുമല്ലോ. സോ അവർക്ക് എന്തെങ്കിലും R&D ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ ഫുഡ് ടേസ്റ്റിന് കൊടുക്കാമല്ലോ. അപ്പോൾ അവർക്കുള്ളൊരു ഫെസിലിറ്റി നമ്മളവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. ഇതാണ് ടോട്ടൽ പരിപാടി പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് 1 by 1 ആയിട്ട് നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടപ്പ് സാറ്റർഡേ നമ്മൾ എല്ലാ മാസവും നടത്തി വരുന്നതാണ്. അപ്പോൾ ഇനി ഐ തിങ്ക് അതിൽ നല്ല പ്രോജക്ട്സിന് നമ്മൾ സ്റ്റാർട്ടപ്പ് പോർട്ടൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാരണം നമുക്ക് കുറേയൊക്കെ സ്റ്റാർട്ടപ്പ് പോർട്ടൽ ഓൺലൈനായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ഓഫ്ലൈനിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും. സ്റ്റാർട്ടപ്പ് സാറ്റർഡേയിൽ ശരിക്കും നമ്മളുടെ സാധനങ്ങൾ പരിചയപ്പെടുത്താന്നുള്ളതിനെക്കാട്ടിലും അത്തരത്തിൽ കുറേ വൈബ്രൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് വരും, നല്ല നല്ല പ്രൊജക്ട്സ് വരും. നമുക്ക് അവരെ അങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും, നല്ല ഹാൻഡ് പിക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ട്സുകൾ വരാറുണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇവൻറ്റിൽ നമ്മൾ വെച്ചൊരു പ്രിൻസിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇന്നൊരാളുടെ സെഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഗസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ വരുന്ന ആൾക്കാരല്ല. അവിടെ എന്താണെന്നൊരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുക. അത് അവിടെ അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് നമ്മളൊരു ഡെലിവറബിൾ ഓഫർ ചെയ്യുന്നില്ല. എന്നിട്ട് പോലും അവിടെ ഫ്യൂ ഫൗണ്ടേഴ്സിനെ മീറ്റ് ചെയ്യാം, കുറച്ച് ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്യാം, ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം എന്നുള്ള കൃത്യമായ മോട്ടീവുള്ള ആൾക്കാർ അവിടെ വരുള്ളൂ.
അങ്ങനത്തെ ഒരു ഷോർട്ട് സർക്കിളാണ്. മാക്സിമം ഒരു 60-80 പീപ്പിളെ നമ്മൾ അലോ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു പ്യുവർ നെറ്റ്വർക്കിംഗ് അവിടെ നടക്കും. സോ 3 hours വന്ന ആൾക്കാരെന്നെ സംസാരിക്കുക, അവരെന്നെ ഡിസ്കസ് ചെയ്യുക, നമ്മൾ അവിടെ നിന്ന് ടോപ്പിക്സ് കുക്ക് ചെയ്യും അറ്റ് എ ടൈം. ആ ടൈമിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കും. അങ്ങനത്തെ ഒരു രീതിയിലാണ് സ്റ്റാർട്ടപ്സ്. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മൾ കഴിഞ്ഞ 5 സ്റ്റാർട്ടപ്സ് ഓൾറെഡി കഴിഞ്ഞു. NIT നടത്തി, സുല്ലം കോളേജിൽ നടത്തി. ഇപ്പോൾ നമുക്ക് ഒരുപാട് വെന്യൂ പാർട്ട്നേഴ്സ് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നടത്തും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്ലാനിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത മാസങ്ങളിലൊക്കെ ഓരോരോ ജില്ലകളിലാണ്. ഇപ്രാവശ്യം കൊച്ചിയിലാണ് 28-ാം തീയതി ഇന്ന സ്പേസിൽ. അടുത്തത് ഇനി കൊല്ലമുണ്ട്, ആലപ്പുഴ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കോട്ടയം, തിരുവനന്തപുരം. ഇത് ഓൾറെഡി ഇപ്പോൾ കൺഫേം ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ജില്ലയും നമ്മൾ കവർ ചെയ്ത് വരും. അപ്പോൾ നമ്മൾ നോട്ട് ഓൺലി ഇൻ മലബാർ, ഓൾ കേരള നമുക്ക് നമ്മളുടെ സപ്പോർട്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല. സോ ഇവിടെ നമ്മളിങ്ങനെ ഒരു സാധനം ബിൽഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതെന്താണെന്നുള്ള ക്ലാരിറ്റി വോയിസിൽ പുറത്തെത്തണം. അപ്പോൾ അതിനാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് പോർട്ടലാണെങ്കിലും നമ്മൾ വെബ്സൈറ്റ്സിലാണെങ്കിലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോരോ പോയിന്റ്സ് ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൽ റാക്ക് ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള വൺ ഓഫ് ദി വേർട്ടിക്കൽ റാക്ക് സ്റ്റാർട്ടപ്പ് ടവർ. ഈ റാക്ക് സ്റ്റാർട്ടപ്പ് ടവറിൻ്റെ അകത്ത് ചെയ്യുന്ന ഫെസിലിറ്റീസിൽ ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടലിനകത്ത് അപ്ലിക്കേഷൻസ് നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ അവരെ കൂടെ കോബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഒരു പാർട്ണർ, കോഫൗണ്ടർ പോലെയാണ് റാക്ക് ഇറ്റ്സെൽഫ് ഈ കംപ്ലീറ്റ് എക്കോസിസ്റ്റം ഉണ്ടാവുക. ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറെ സംബന്ധിച്ചിടത്തോളം തുടങ്ങുമ്പോൾ ഒരു 200 സ്റ്റാഫും ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സും ഗ്രോത്ത് മാനേജേഴ്സും ഒക്കെ ഉള്ള ഒരു കമ്പനി ആയിട്ട് തുടങ്ങാം. ഇത്രയും ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉള്ള ഒരു കമ്പനി ആയിട്ട് തന്നെ തുടങ്ങാം. ആ ഒരു അഡ്വാൻറ്റേജ് ആണ് അവർക്കൂടെ കിട്ടുക. അപ്പോൾ അവരെ എക്സിക്യൂഷൻ കുറച്ചും കൂടി ഫാസ്റ്റർ ആക്കാൻ പറ്റും, അക്കൗണ്ടബിൾ ആക്കാൻ പറ്റും. അപ്പോൾ അവരെ സ്കിൽസിനെ മോൾഡ് ചെയ്യാൻ പറ്റും. അതിനുള്ള ട്രെയിനിങ്സും ഡെവലപ്മെന്റ്സും നമ്മളിവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ഇതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട്. അപ്പോൾ ആ ബിൽഡ് പാർട്ട് അതാണ്. പിന്നെ ഓപ്പറേറ്റ് എന്നുള്ള പാർട്ട് നമുക്ക് കുറച്ചും കൂടി ഓൾറെഡി റവന്യൂ മേക്കിംഗ് ആയിട്ടുള്ള, പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. നമ്മളുടെ കമ്പനീസും ഇനിയിപ്പോൾ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻസ് വന്ന കമ്പനീസും ഉണ്ട്. സോ അവരെ നമ്മൾ പാർട്ണർ ചെയ്തിട്ട് അവരെ നമ്മൾ ഇതിൻ്റെ കൂടെ അലൈൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്കെയിൽ എന്നുള്ളത് ആക്ച്വലി ഒരു കൺസൾട്ടിങ് വേർട്ടിക്കലാണ്, ഒരു എക്സിക്യൂഷൻ ഫോക്കസ്ഡ് കൺസൾട്ടിങ്. ഇപ്പോൾ പല കമ്പനീസും വർഷങ്ങളായിട്ട് റൺ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടാവും. ഹൈലി പ്രോഫിറ്റബിൾ ആയിരിക്കും, പക്ഷേ അടുത്ത സ്റ്റേജിൽ സ്കെയിൽ ചെയ്യാൻ ചാലഞ്ചസ് ആയിട്ട് നിൽക്കണം. ലൈക്ക് മേ ബി ഒരു സിസ്റ്റംസിലാക്കി ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ബേസിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ അത് മൊത്തത്തിൽ അസസ് ചെയ്തിട്ട് അവിടെ എക്സിക്യൂഷനും കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതാണ് നമ്മൾ സ്കെയിൽ എന്നുള്ള പാർട്ട്. സോ ഈ 3 വെർട്ടിക്കൽസ് ആണ് ആക്ച്വലി നമ്മളുടെ മെയിൻ വാല്യൂ ജനറേഷൻ മോഡൽസ്. സോ നമ്മളെ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ശരിക്കും നമ്മളുടെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക ഈ പ്രൊജക്ട്സുകളിൽ നിന്ന് നല്ല നല്ല പ്രൊജക്ട്സുകൾ വരിക എന്നുള്ളതാണ്. അതിന് നമുക്ക് ആവശ്യം നല്ല നല്ല ടാലന്റുകളെയാണ്, നല്ല നല്ല പ്രൊജക്ട്സുകളെയാണ്. മോർ ദാൻ ഇൻവെസ്റ്റ്മെന്റ്സ്, മോർ ദാൻ മണി, റിസോഴ്സസ്, ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ടാലൻസ്, നല്ല പ്രോജക്ട്സ്, അതാണ് നമുക്ക് ഇവിടെ സോഴ്സ് ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റാക്കിൽ നമ്മൾ എപ്പോഴും ആ ഒരു പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്. ലൈക്ക് നമുക്ക് എവിടെയാണോ ഒരു ലിമിറ്റേഷൻ ഉള്ളത്. പേഴ്സണലി ഞാൻ ഈ റാക്ക് സ്റ്റാർട്ടപ്പ് ടവറിന്റെ കേസിലോട്ട് വരുമ്പോൾ കുറെ കാലം മുന്നേ ഈ ഐഡിയ ഉണ്ടെങ്കിലും നമ്മളിതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് കൺസ്ട്രക്ഷൻ മേഖലയിൽ അത്യാവശ്യം വലിയ എക്സ്പീരിയൻസുകൾ ഉള്ള ആളല്ല ഞാൻ. നമ്മളെ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കറ്റിംഗ്, സെയിൽസ്, ഫൈനാൻസ്, അക്കൗണ്ട്സ്, HR, ഇതൊക്കെ നമുക്കൊരു വിധം നമ്മൾ ലാസ്റ്റ് 5-6 years എക്സ്പീരിയൻസിൽ നമ്മൾ എൻകൗണ്ടർ ചെയ്തിട്ടുള്ള ഏരിയാസ് ആണ്. ഈവൻ ടെക് അടക്കം. ടെക്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പാർട്ട്നേഴ്സ് ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് ഇൻഡെപ്ത് ടെക്നിക്കൽ നോളജ് ഇല്ലെങ്കിലും പ്രോസസ്സുകൾ അറിയുന്നതുകൊണ്ട് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ കൺസ്ട്രക്ഷൻ മേഖലയിൽ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നമുക്ക് എക്സ്പീരിയൻസ് എത്രത്തോളം ഇല്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിൽഡ് വേൾഡിന്റെ കൊളാബറേഷൻസ്, കാരണം ബിൽഡ് വേൾഡ് ആക്ച്വലി ഇവിടെ പ്രൊമിനന്റ് ആയിട്ടുള്ള, വൈബ്രന്റ് ആയിട്ടുള്ള ഒരുപാട് മോഡൽസ് ചെയ്യുന്ന ടീമാണ്. നോർമലി ടിപ്പിക്കൽ ബിൽഡേഴ്സിൽ നിന്ന് മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു പ്രോസസ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 5 star ഹോട്ടൽ ചെയ്തിട്ടുണ്ട്, പിന്നെ ചെയ്തേക്കുന്നത് ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ്, പിന്നെ ചെയ്തേക്കുന്നത് ഒരു 17,000 square feet വലിയൊരു വീടാണ്, പിന്നെ അതുപോലെ തന്നെ ഇവർ ഒരു റെസ്റ്റോറൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള, പക്ഷേ ആക്ച്വലി നമ്മളെ റാക്കിൽ കൊണ്ടുവരുന്ന പോലെ തന്നെ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആണ് അവർക്കുള്ളത്. അപ്പം പുള്ളീൻ്റെ കേസിൽ, ഫിറോസ്ഖാൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ന്യൂ മോഡൽ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേറൊരു മോഡൽ കാണിച്ചു കൊടുക്കാനില്ല, ഇത് അതുപോലെയാണ് നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു സാധനം ഇല്ല. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു വിഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കിട്ടുക എന്നുള്ളത് നമ്മൾ ചലഞ്ച് ചെയ്യുന്നു. അത് ഫിറോസ് ഖാനിലൂടെ കിട്ടി, ബിൽഡ് വേൾഡിലൂടെ കിട്ടി. ഇപ്പോൾ 4-5 months കൊണ്ടാണ് നമ്മൾ ഇത് ഇത്രയാക്കി. അത്രയും സ്പീഡിൽ ഇവിടെ കൺസ്ട്രക്ഷൻ ഈ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമില്ല. അപ്പോൾ അവിടെ അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റ്സ് ഫുള്ളി ഹാൻഡിൽ ചെയ്യണോണ്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഞാൻ വീക്കിലി വൺസ് വരാറുള്ളൂ. ഈവൻ വീക്കിലി വൺസ് ഇവിടെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബിൽഡ് വേൾഡിലായിട്ട് ഒരു മീറ്റിംഗ് ഇരുന്നാൽ ഇവിടുത്തെ അപ്ഡേറ്റ്സ് അറിയാൻ പറ്റും. ആൻഡ് ഡെയിലി അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടും കൺസ്ട്രക്ഷൻ്റെ സൈഡിൽ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഹെഡ് ടേക്ക് നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഏരിയാസിൽ നമുക്ക് എക്സ്പെർട്ടൈസ് കുറവുള്ള ഏരിയാസ് ഉണ്ടാവും. അവിടെ ആരാണോ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ അവരായിട്ട് നമ്മൾ പാർട്ണർ ചെയ്യും, അവരായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യും. സോ ഇതാണ് വർക്ക് ചെയ്യേണ്ടത്. ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ ഏർലി സ്റ്റേജ് ഫൗണ്ടേഴ്സ് ആയാലും ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലൊക്കെ എല്ലാം നമ്മൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങണമെങ്കിൽ ഒരു പണിയില്ല. ഒരു കമ്പനി ഫോം ചെയ്യുക, കുറച്ച് എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്യുക, ടീം ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
പക്ഷെ ഒരിക്കലും അതുകൊണ്ട് ഈ ഒരു സിസ്റ്റം ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. യെസ്, അവിടെ ഒരു സൂപ്പർവിഷൻ ലീഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അവിടെ വേണം. അപ്പം അങ്ങനത്തെ ആൾക്കാർ ആ ഓരോ എക്സ്പെർട്ടീസ് ഏരിയയിലും എല്ലാ മേഖലയിലും നമുക്ക് അങ്ങനെ ചാലഞ്ചസ് വരുമ്പോൾ അവിടെ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെടുത്ത് പോവുക, നമ്മൾ പ്രൊജക്റ്റ് പറയാം, നമ്മൾ ഇന്നതാണ് വരിക, നമ്മൾ എന്തായാലും ചെയ്യാൻ പോവാണ്, നമ്മൾ കൂടെ ഉണ്ടാവും. ഇതാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സാധനം. അത് നമുക്ക് ക്ലാരിറ്റിയോട് കൂടിയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക, കൺവിൻസ് ചെയ്യാൻ നമുക്ക് പറ്റിയാൽ തീർച്ചയായിട്ടും അവർ നമ്മളെ കൂടെ നിൽക്കും, അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ സംതിങ് മിസ്സിംഗ് ഉണ്ട്, അത് നമ്മൾ ഫൈൻഡ് ചെയ്യണം, അത് നമ്മൾ സോർട്ട് ചെയ്യുകയും ചെയ്യണം. അത് നമുക്കൊരു ഏർലി വാലിഡേഷനുമാണ് നമ്മുടെ പ്രൊജക്റ്റിന്റെ. അപ്പൊ അതാണ് നമ്മൾ അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ അങ്ങനെ എത്തിക്കാനും പറ്റിയിട്ടുള്ളത്. ഇവിടെ ആക്ച്വലി ഇവിടെ ഇപ്പോൾ നമ്മൾ സംസാരിച്ച് വന്ന എവരി അമ്യൂണിറ്റീസ് ഇതിലൊക്കെ നമുക്ക് റവന്യൂ മോഡൽസ് ഉണ്ട്. കാരണം ഇതിലിപ്പോൾ നിങ്ങൾ ചിൽജോണിന്റെ കേസൊക്കെ, ചിൽജോണൊന്നും ആക്ച്വലി ഒരു കോർപ്പറേറ്റ് ഓഫീസിൻ്റെ അകത്ത് ഒരാൾ ചെയ്യില്ല, കാരണം അത് അൺവാണ്ടഡ് എക്സ്പെൻസ് അല്ലെന്ന് ചോദിക്കാം. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ശരിക്കും റവന്യൂ മോഡൽസ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ട്രൈ ചെയ്യുമ്പോഴാണ് അവിടെ അത് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഈ ഒരു ടവറിന്റെ ഫെസിലിറ്റീസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള റവന്യൂ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അതാണ് നമുക്കുള്ള അഡ്വാൻറ്റേജ്, ഓപ്പറേഷണൽ എക്സ്പെൻസസ്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് അതിൻ്റെ അപ്പുറത്തോട്ടുള്ള സംഗതികൾ നമുക്ക് നമ്മളെ ഇൻഹൗസ് കമ്പനീസ് തന്നെയാണ് ഇവിടെ സർവീസസ് കൊടുക്കുന്നത്. ആൻഡ് അതിലെ സർവീസ് പാർട്ട്ണർഷിപ്സ് ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഫെസിലിറ്റീസ് ആണെങ്കിലും നമ്മളിവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറത്തേക്കും നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കമ്പനീസിന് മാത്രമല്ല. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ കൂടുതലും പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു മെയിൻ ക്യാഷ് കോ ഈസ് നല്ല നല്ല പ്രോജക്ട്സ് ഇവിടുന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ പ്രൊജക്ട്സ് നല്ല സ്കെയിലോട്ട് പോയാലാണ് നമുക്ക് അതിൽ വലിയ രീതിയിലുള്ള എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. സോ അതിന് ഒരു ടൈം ലൈൻ നമ്മൾ കാണുന്നുണ്ട്. മേ ബി ഒരു 3 years എടുക്കും, 1 to 2 years നമ്മൾ അതിൻ്റെ ഒരു ബിൽഡിംഗ് പീരീഡ് കാണണം. പക്ഷെ ആ 1 to 2 years നമുക്കിവിടെ ഓപ്പറേഷനലി പ്രോഫിറ്റബിൾ ആയിട്ട് പോകാൻ പറ്റും. മോർ ദാൻ ബ്രാൻഡിങ് ആസ്പെക്ട് അല്ലെങ്കിൽ വാല്യൂഷൻ ആസ്പെക്ട്, റവന്യൂ എന്നുള്ള പാർട്ടിക്കൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്നുള്ള പാർട്ടിക്കൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ നമുക്ക് അത്രയും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, റെക്കറിങ് റിട്ടൈനിങ് ക്ലയൻസിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതാണ് നമ്മളൊരു സക്സസ് റേറ്റ് ആയിട്ട് നമ്മൾ ബെഞ്ച് മാർക്ക് വെക്കുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇപ്പം എനിക്ക് നമുക്ക് ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. സോ ദേ ആർ ബിക്കമിങ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഓഫ് റാക്ക്. ആൻഡ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇവിടെ വരുന്ന നല്ല നല്ല പ്രൊജക്ട്സിൽ ഡയറക്റ്റ്ലി പാർട്ടാവാനുള്ള ഓപ്ഷൻസ് അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ ഇൻവെസ്റ്റ്മെന്റ് കൾച്ചറിനെ നമ്മളവിടെ മാറ്റിയെടുക്കാൻ, അവിടെ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ. ഇവിടെ ശരിക്കും നമുക്ക് പൈസ ഇല്ലാത്ത പ്രശ്നമല്ല, ലാക്ക് ഓഫ് ക്യാപിറ്റൽ അല്ല ഇവിടെ നമ്മുടെ നാട്ടിലെ പ്രശ്നം. അപ്പോൾ അതിൽ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ NRIസിൻ്റെ കേസാണെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോൾ ഒരുപാട് പൈസ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അവിടെ ആ പൈസ യൂട്ടിലൈസ് ചെയ്യപ്പെടാതിരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ റിസ്ക് എല്ലാവരും പറയുന്നുണ്ട്, റിട്ടേൺസ് എല്ലാവരും പറയുന്നുണ്ട്, പക്ഷെ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരാന്നുള്ളത് പറയണില്ല. പിന്നെ അതിന് കോൺഫിഡൻസും ട്രസ്റ്റും കൊടുക്കുന്ന സിസ്റ്റംസ് ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിവിടെ നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ചേഞ്ച് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതിലൊരു 1% ചേഞ്ച് എങ്കിലും ആ ഇൻവെസ്റ്റ്മെന്റ് കൾച്ചറിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ കോടികളുടെ ട്രാക്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മളിവിടെ നല്ല നല്ല പ്രൊജക്ട്സ് ഉണ്ടാക്കാൻ ആൾക്കാരെ മോട്ടീവ് ചെയ്യും. അപ്പോൾ നല്ല നല്ല പ്രൊജക്ട്സ് വരും, നല്ല നല്ല ടാലൻസ് വരും, ഇവർ പുറത്ത് പോകാതിരിക്കും, ഇവിടെ നിൽക്കും. ഇവിടെ നിന്ന് ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് ഇവിടെ കിട്ടും. ഇവിടുത്തെ ഇൻവെസ്റ്റേഴ്സ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ബെനിഫിറ്റ് ഇൻവെസ്റ്റേഴ്സിലോട്ട് തന്നെ പോകും. പുറത്തുനിന്നുള്ള ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്നതിനെക്കാട്ടിലും ഇവിടെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് വരും. അപ്പോൾ നല്ല നല്ല പ്രൊജക്ട്സ് ഇവിടുന്ന് എടുക്കാനും, ഇപ്പോൾ നമ്മൾ നേരത്തെ മോർണിംഗിൽ സംസാരിച്ച പോലെ തന്നെ വൈസിയൊക്കെ പോലത്തെ ആളുകൾ ഇന്ത്യയിലോട്ട് എന്തുകൊണ്ട് എൻ്റർ ചെയ്യുന്നു നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, ഇന്ത്യയിൽ അതിനുള്ള ടാലൻസ് ഉണ്ട്, ഇന്ത്യയിൽ അതിനുള്ള റിസോഴ്സസ് ഉണ്ട്. എന്തുകൊണ്ടും ബിൽഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഫോറിൻ ആൾക്കാർ ഇവിടെ വന്ന് നല്ല യൂട്ടിലൈസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ആൾക്കാരെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ അവരെ പോലൊക്കെ ചെയ്യാനായിട്ടുണ്ടോ, ആ ക്വസ്റ്റ്യന് മുന്നിലാണ് പല ആൾക്കാരും എന്നാൽ പിന്നെ അവിടെ കെട്ടെ എന്ന രീതിയിൽ നിൽക്കുന്നത്. നമ്മളതിന് റെഡിയല്ല, നമ്മളെന്താ ചെയ്തു നോക്കാം, എന്താ പറ്റുന്ന നോക്കാന്നുള്ള ദാറ്റ്സ് ഇറ്റ്. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളൊരു ധൈര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഇറങ്ങി, നമ്മൾ ആരെങ്കിലുമൊക്കെ ഇത് ചെയ്യണമല്ലോ, നമ്മളിത് അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ മൈൻഡിൽ എടുക്കണ കുറേ ആൾക്കാരുണ്ടാവും, ലൈക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചിന്തിച്ച് നിന്നിട്ടുണ്ടാവും. അപ്പോൾ കൂടെ ആരില്ലാത്തതുകൊണ്ട് ചെയ്യാതിരുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് നിർത്തിയ ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റും, ഞങ്ങളിതിവിടെ ചെയ്യുന്നുണ്ട്, ആർക്കെങ്കിലും കൂടെ കൂടിക്കോളി. സോ ആ കൊളാബറേഷൻ ഓപ്പർച്യൂണിറ്റി നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. ആ രീതിയിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ലെറ്റ്സ് സീ. അതിൽ ഓഫ് കോഴ്സ് നമുക്ക് പിവോട്ട് ചെയ്യേണ്ട ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ തന്നെ റാക്കിൻ്റെ കാര്യങ്ങൾ ഇനീഷ്യൽ ഡിസ്കഷൻ മുതൽ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പിവോട്ട് ചെയ്തിട്ടുണ്ട്, ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ട്. ഓൾവേസ് ലേണിംഗ്, ഓൾവേസ് ഗ്രോയിങ്. അതാണ് നമ്മൾ ഏറ്റവും വലിയ, നമുക്ക് ഇതുവരെ ഗ്രോ ചെയ്യാൻ പറ്റിയിട്ടുള്ളതിൻ്റെ ഏറ്റവും വലിയ സാധനമാണ്. നമ്മൾ ഹാപ്പി ടു കറക്റ്റ് ആണ്, നമുക്ക് ഹാപ്പി ടു ലിസൺ ആണ്. ഏതൊരു ഇൻസൈറ്റ് നമ്മൾ എടുക്കും, നമ്മൾ റിവ്യൂ ചെയ്യും, അത് റിസർച്ചിലും എടുക്കും, നമ്മളതിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും, ആൻഡ് ആക്ഷൻസും സ്പീഡായിട്ട് എടുക്കും. സോ അതാണ് നമുക്ക് ഇതുവരെ ഈ ഒരു രീതിയിൽ വരാൻ പറ്റിയിട്ടുണ്ട്. സോ കണ്ടിന്യൂസ് നെക്സ്റ്റും അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഓവറോൾ റാക്കിനെ കുറിച്ച് ഇങ്ങനെയാണ് കുറേ കാര്യങ്ങൾ പറയാനുള്ളത്.
അതെ അതെ